Hello, ARTLESS ME പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിഗ്ന. ഇവള് കുഞ്ഞാറ്റ. എന്നെ ആർക്കും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, എന്നെ എല്ലാവർക്കും അറിയാം അല്ലേ? അല്ലേടി? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും പ്രീസ്ട്രെസ്ഡ് അല്ലെങ്കിൽ ഫ്രെയിംഡ് ക്യാൻവാസ് വാങ്ങിക്കൊള്ളണമെന്നില്ല. അപ്പം ക്യാൻവാസ് ക്ലോത്ത് വാങ്ങുന്നവർക്ക് എങ്ങനെയാണ് ക്ലോത്ത് സ്ട്രെച്ച് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ. ഓൾറെഡി പ്രീ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് ബൾക്കിന് വാങ്ങിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട പോലെ വാങ്ങിയിട്ട് മുറിച്ചിട്ട് സ്ട്രെച്ച് ചെയ്താൽ മതി. കഴിഞ്ഞ വീഡിയോ അതായത് മെറ്റീരിയൽസ് ഫോർ ആക്രിലിക് പെയിൻറ്റിങ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ അത് പോയി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ മേടിക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സൈസിൽ നമ്മൾ ക്യാൻവാസ് ക്ലോത്തിനെ മുറിച്ച് വെക്കുക. എന്നിട്ട് ഒരു ചെറിയ ഒരുപാട് ചെറുതായി പോകരുത്, അത്യാവശ്യം ഈ സൈസിലുള്ള മാസ്കിംഗ് ടേപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് 4 സൈഡിൽ ഒരു സൈഡിൽ ഒട്ടിക്കാം. ഏകദേശം മിഡിലായിട്ട് വേണം ഒട്ടിക്കാൻ. നന്നായി ഒട്ടിക്കാതെ പറഞ്ഞു വരും ചെയ്ത് ശരിക്കും നല്ലപോലെ അതവിടെ ഫിക്സായി നിൽക്കണം. എന്നിട്ട് അതേപോലെ വേറെ ഒരു പീസ് എടുത്തിട്ട് ഈ ഒട്ടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ മറ്റേത് ആദ്യം ഒട്ടിച്ചത് പറഞ്ഞു പോരരുത്. അപ്പം നല്ലപോലെ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. ശരിക്കും അത് ഒട്ടി നിൽക്കണം. സ്ട്രെച്ചായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ശരിക്കും ഒട്ടി നിൽക്കണം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഒട്ടിക്കേണ്ടത് ഇതിൻ്റെ മൂന്നാമത്തെ ഒരു സൈഡിൽ ഏകദേശം ഇതേപോലെ മിഡിലേക്ക് ആക്കിയിട്ട് തന്നെ ഒട്ടിക്കണം. അപ്പം മറ്റേ രണ്ട് ഒട്ടിച്ചത് ഒന്ന് ശരിക്കും പ്രസ്സാക്കി പിടിക്കുക. എന്നിട്ട് അത് ശരിക്കും സ്ട്രെച്ച് ചെയ്തിട്ട് ആ സൈഡിൽ ഏകദേശം മിഡിലാക്കിയിട്ട് ഒട്ടിക്കുക. ഇനി അതിൻ്റെ ആ ഒട്ടിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇനിയിപ്പോൾ ആ ഒട്ടിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അടുത്തത് ഒട്ടിക്കുക. അപ്പം ശരിക്കും വലിച്ചു പിടിക്കാൻ നോക്കുക. അപ്പോൾ ഏകദേശം നമുക്കിപ്പം സെൻറ്ററിൽ ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ കിട്ടും. ഉണ്ടോ? ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ വന്നില്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ വീണ്ടും ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കോർണറിൽ ഒട്ടിക്കുക. കോർണർ ഒട്ടിക്കുമ്പോൾ 2 കോർണറും ഓപ്പോസിറ്റായിട്ടുള്ള 2 കോർണറും വലിച്ചിട്ട് ഒരു കോർണറിൽ ആദ്യം ഒട്ടിക്കുക. എന്നിട്ട് അതേപോലെ അതിൻ്റെ ആ കോർണറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോർണറിലും ഇതേപോലെ വലിച്ചിട്ട് ഒട്ടിക്കുക. ഇനി നമുക്ക് വേറെ 2 കോർണറും ഉണ്ട്. അതും ഇതേപോലെ ഒരു കോർണറിനെ ആദ്യം ഒട്ടിച്ചിട്ട് മറ്റേ കോർണറിനെയും അതേപോലെ അതിന് ഓപ്പോസിറ്റായി നിൽക്കുന്ന കോർണറിന് ഒട്ടിക്കുക. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഒട്ടിച്ച് വരണം. അത് ആ കണ്ടിന്യൂഷനിൽ തന്നെ ഒട്ടിച്ച് വരണം. അല്ലാണ്ട് ഒരു കോർണർ ഒട്ടിച്ച് അത് കഴിഞ്ഞ് മറ്റേ കോർണർ ഒട്ടിച്ച് അങ്ങനെ ചെയ്യരുത്. അതേപോലെ വലിയ ക്യാൻവാസ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മിഡിലിൽ മാത്രമായിരിക്കില്ല 3 ഒട്ടിക്കേണ്ടി വരും. ഇനി ഇതെല്ലാം ഒട്ടിക്കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ തുറന്ന് നടക്കും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ലെങ്ത്തിൽ ഇതിന് ബോർഡർ വരുന്ന പോലെ ഒട്ടിക്കുക. ഒരുപാട് തിക്നെസ്സുള്ള മാസ്കിംഗ് ടേപ്പൊന്നും വേണമെന്നില്ല. ഇതേപോലത്തെ ഈ തിക്നെസ്സുള്ള മാസ്കിംഗ് ടേപ്പ് മതി. പക്ഷെ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ നോക്കിയൊക്കെ എവിടെയും പൊങ്ങി കാണുന്ന പാടില്ല. അതിനാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പം അതൊക്കെ നോക്കിയിട്ട് ശരിക്കും വലിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്നതിൻ്റെ വേറെയും ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ബോർഡറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ തന്നെ ഒരു കംപ്ലീറ്റ് വൈറ്റ് ബോർഡർ ഓട്ടോമാറ്റിക്കലി വരും അത് പറിച്ച് കഴിയുമ്പോൾ.
അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രെച്ച് ചെയ്യേണ്ടത് ക്യാൻവാസിന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ.